അമേരിക്കൻ വിസ സ്വന്തമാക്കിയ മുഴുവൻ വിദേശികളെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനൊരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. നിലവിൽ 5 കോടിയോളം വരും ആക്റ്റീവ് US വിസ ഉടമകൾ. നടപടിയുടെ ഭാഗമായി വിസ നിയമങ്ങൾ ലംഘിച്ചവരെ കണ്ടെത്തി നാടുകടത്താനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ പ്രവാസികളെയായിരിക്കും ഈ നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. US വിസ ഉടമകളായ ഇന്ത്യക്കാർ ഏകദേശം 50 ലക്ഷത്തോളം വരുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്ത വിശദമായി തന്നെ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കാനുള്ള ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ തുടർച്ചയാണ് പുതിയ നീക്കം. 2016 തന്റെ ആദ്യ ഭരണകാലത്തും ട്രംപ് സമാനമായ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. രണ്ടാം ഊഴത്തിൽ അധികാരമേറിയ ശേഷവും കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. അനധികൃതമായി അമേരിക്കയിൽ തങ്ങുന്നവരെയും സ്റ്റുഡന്റ് വിസയിൽ കഴിയുന്നവരെയുമെല്ലാമാണ് ഇതുവരെയും ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇനി US വിസ ഉടമകളായ മുഴുവൻ പേരെയും അടിമുടി പരിശോധനയ്ക്ക് വിധേയരാക്കാൻ പോവുകയാണ്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് പുതിയ നീക്കം പരസ്യമാക്കിയത്. US വിസ പ്രിവിലേജ് ആണെന്നും അവകാശമല്ലെന്നുമാണ് പ്രഖ്യാപനം നടത്തി റൂബിയോ ചൂണ്ടിക്കാട്ടിയത്. വിസ ലഭിച്ചെന്ന് കരുതി പരിശോധന അവസാനിക്കില്ല. വിസ അനുവദിച്ചു കിട്ടിയാലും അത് രാജ്യത്ത് കടക്കാനുള്ള ഉറപ്പല്ലെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് റൂബിയോ. H-1B വർക്ക് വിസ, F-1 സ്റ്റുഡന്റ് വിസ, B-1, B-2 വിസിറ്റർ വിസ തുടങ്ങിയ എല്ലാത്തരം വിസകളും പരിശോധനയ്ക്ക് വിധേയമാക്കും. വിസ നിയമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ കണ്ടെത്തിയാൽ നാടുകടത്തലിലേക്ക് കടക്കുമെന്നും ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു. 55 ദശലക്ഷം വിസ ഉടമകളെ ഒരുമിച്ച് പരിശോധിക്കുന്ന കണ്ടിന്യൂസ് വെറ്റിംഗ് പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിസ ഉടമകളുടെ പശ്ചാത്തലം, തൊഴിൽ, യാത്രാ വിവരങ്ങൾ, സോഷ്യൽ മീഡിയ ഇടപെടലുകൾ, ക്രിമിനൽ പശ്ചാത്തലം എന്നിവയെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിസ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തുന്നവർക്ക് ഡിപ്പോർട്ടേഷൻ നോട്ടീസ് നൽകാനാണ് തീരുമാനം. ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും വിസ റദ്ദാക്കാനുള്ള കാരണമായാണ് ചൂണ്ടിക്കാട്ടുന്നത്. US വിസ ഉടമകളിൽ ഏകദേശം 10% പേരും ഇന്ത്യക്കാരാണ്, 50 ലക്ഷത്തോളം പേർ. പുതിയ വെറ്റിംഗ് പ്രോഗ്രാം IT മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന H-1B വിസക്കാരായ ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിലെ IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ് H-1B വിസ ഉടമകളിൽ ഭൂരിഭാഗം പേരും. H-1B വിസ ഉടമകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും വിദ്യാർത്ഥികളെയും ടൂറിസ്റ്റ് വിസയിൽ എത്തിയവരെയുമെല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കും. പുതിയ നീക്കം ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കിടയിൽ വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. തങ്ങൾ വർഷങ്ങളായി അമേരിക്കയിൽ ജോലി ചെയ്യുന്നു, നികുതി അടയ്ക്കുന്നു, നിയമങ്ങൾ പാലിക്കുന്നു, എന്നിട്ടും ഒരു ചെറിയ ലംഘനം പോലും തങ്ങളെ നാടുകടത്താനുള്ള ന്യായമാകുമോ എന്ന ആശങ്കയുണ്ടെന്നാണ് സിലിക്കൺ വാലിയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യൻ എഞ്ചിനീയർ പ്രതികരിച്ചത്. വൻതോതിൽ ഡാറ്റ അനലിറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ചായിരിക്കും വിസ ഉടമകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതും പരിശോധിക്കുന്നതുമെന്നാണ് US വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ പ്രൈവസി സെറ്റിംഗ്സ് ഡിസേബിൾ ചെയ്യേണ്ടി വരും. ഇന്റേണൽ റവന്യൂ സർവീസിലെ കുടിയേറ്റക്കാരുടെ നികുതി വിവരങ്ങളും പരിശോധിക്കും. ഈ നടപടിക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയേറെ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിസ ഉടമകളുടെ സ്വകാര്യതയും ഡാറ്റ ശേഖരണത്തിന്റെ നിയമസാധുതയും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നേക്കാം. കൂടാതെ പുതിയ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ് അമേരിക്കൻ ടെക് രംഗത്ത് ഏറ്റവും വലിയ തൊഴിലാളി മാനവ വിഭവശേഷി. ഇവരെ കൂട്ടത്തോടെ പുറത്താക്കുന്നതും പരിശോധനയുടെ നിഴലിൽ നിർത്തുന്നതും കമ്പനികളുടെ പെർഫോമൻസിനെ ബാധിക്കാനിടയുണ്ട്. ഭാവിയിൽ വിദഗ്ധ തൊഴിലാളി ക്ഷാമത്തിനും ഇടയാക്കുമെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട്.